ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കോവയ്ക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കോവ നട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൻ്റെ മുറ്റത്ത് സ്ഥലമുണ്ടെങ്കിൽ ഒരു കോവ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നമുക്ക് വിഷമൊന്നും ചേർക്കാത്ത കോവയ്ക്ക ഇതിൽ നിന്ന് പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തോരനാവശ്യമുള്ള കോവയ്ക്ക ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പറിച്ചെടുത്തെങ്കിലും ഞാൻ 10 എണ്ണം മാത്രമേ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. എനിക്ക് 10 എണ്ണം വെച്ചാൽ മതിയാകും. നിങ്ങൾക്ക് കൂടുതൽ ചിലവാകും എങ്കിൽ കൂടുതൽ വയ്ക്കാവുന്നതാണ്. അതിനായി കോവയ്ക്ക നമുക്ക് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് കൂടാതെ ഞാനിതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിതിലേക്ക് ഒരെണ്ണം മതിയാകും. അപ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞിടാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാനായി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് എണ്ണയിൽ വച്ചല്ല വേവിക്കുന്നത്, വെള്ളത്തിൽ വച്ചാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മൂടി വെച്ച് ഇത് മൂടി വയ്ക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വരാം. അരപ്പ് തയ്യാറാക്കാനായി നമുക്കിതിലേക്ക് ആവശ്യം അരമുറി തേങ്ങയാണ്, ചിരകിയ തേങ്ങ. അതിലേക്ക് 1 ഇതള് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ ജീരകം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി കോവയ്ക്കയുടെ മൂടി തുറന്ന് നോക്കാം. ഈ സമയം നമുക്ക് കോവയ്ക്കയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ കോവയ്ക്ക നന്നായി വെന്തിരിക്കുന്നുണ്ടായിരിക്കും. ഈ സമയം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തോരൻ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാവുന്നതാണ്. ചൂടാകുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റും. ഇപ്പോൾ തോരൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദുള്ള ഒരു
തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക്